ബിഗ് ബോസ് ഒരു പാതിയോളം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ മത്സരാർത്ഥികളും പരസ്പരം എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ അനീഷ് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ അനുമോള്, ഷാനവാസ്, ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ കോണ്ടന്റ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഷാനവാസ് ഒക്കെ എന്ത് കോണ്ടന്റ് കൊടുക്കുന്നു എന്നുള്ളത് വെച്ചാൽ ആൾക്കാർക്ക് അവിടെ സംസാരിക്കാൻ നല്ലൊരു വിഷയം ഉണ്ടാവുന്നുണ്ട്. പിന്നെ അനുമോളാണെങ്കിൽ തുടക്കം തൊട്ടേ ഒരു പല കാര്യങ്ങളിൽ പല പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരു വലിയ ഒരു റീച്ചിലേക്ക് ബിഗ് ബോസിനെ എത്തിക്കാൻ അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അനീഷും തുടക്കം തന്നെ ഏറ്റവും ആദ്യം തൊട്ട് തന്നെ ഏറ്റവും നന്നായിട്ട് ഗെയിം കളിച്ചു വന്നതാണ്. പക്ഷേ തുടക്കം കാണിച്ച സ്ട്രാറ്റജീസ് എടുക്കണം എന്ന് അമ്മ പറഞ്ഞ ആ ഒരു ഉപദേശം, ബ്രദറും അമ്മയും വന്നപ്പോൾ പറഞ്ഞ ആ ഒരു ഉപദേശം വീണ്ടും എടുത്തുകൊണ്ട് വന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട് കേട്ടോ. വെറുപ്പിക്കലിന്റെ അങ്ങേയറ്റമാക്കിയിട്ടുണ്ട്. ശരിക്കും അനീഷ്, നമ്മളെല്ലാവരും പറയും അനീഷിന്റെ ആ ഒരു സ്ട്രാറ്റജി സൂപ്പറാണ്, അതൊക്കെ ഞാനും പറയാറുണ്ട്, ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു പേഴ്സണൽ ലൈഫിൽ ഇതേ കണക്ക് ഒരു വ്യക്തിയെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഇറിറ്റേറ്റിംഗ് ആയിരിക്കും. പറഞ്ഞു ഇന്ന് ആ രാവിലത്തെ സ്റ്റോർ റൂം ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് ആദ്യമേ തന്നെ സ്റ്റോർ റൂമിൽ ആ ഒരു ബെല്ലടിച്ചപ്പോൾ അനീഷ് ഓടിപ്പോകുന്നു, അത് ബിന്നി തടയുന്നു, ബിന്നിയായിട്ട് വഴക്കടിക്കുന്നു. ഈ ഒരു വിഷയം അത് അനീഷ് പറഞ്ഞ ഒരു രീതി എന്ന് പറയുന്നത് എല്ലാവരുടെയും വീട്ടിൽ നിന്ന് ഫാമിലിയാ വന്നപ്പോഴത്തേക്ക് എല്ലാവരുടെയും സ്വഭാവം മാറി എന്ന് പറയുന്നുണ്ട്. ഈ നാന്യമോള് ശരിക്കും ഇന്ന് അനീഷ് നല്ലൊരു കൊടഞ്ഞ് ഒതുക്കിയിട്ടുണ്ട്. അതില് ബിന്നിയും ആദിലയും നൂറയും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ വാലിഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ അനീഷ് ഒരു കോമണർ ആണ്, നിങ്ങളൊക്കെ സെലിബ്രിറ്റി ആണ്, അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ്, ഇവിടെ ഒറ്റയ്ക്ക് കളിക്കാൻ വന്നതാണ്, ഒരു ഒറ്റയാനാണ് എന്ന് പറഞ്ഞ് എല്ലാവരിലും അതങ്ങോട്ട് അടിച്ചേൽപ്പിക്കുകയാണ് അനീഷ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതൊരു ഗെയിം ആയിട്ട് കാണുകയാണെങ്കിൽ നല്ല കാര്യമായിട്ട് നമുക്ക് എടുക്കാമായിരുന്നു. എന്നാൽ ഇപ്പൊ അത് ഇത്തിരി ഓവർ ആവുന്നുണ്ട്. കാരണം ഇത്രയും 50 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നാമത്തെ ദിവസത്തെ സ്ട്രാറ്റജി എടുത്ത് കളിക്കാൻ നോക്കണ്ട, അത് ഉറപ്പായിട്ടും ബോറായി മാറും. എന്നാൽ അനുമോൾ ഈ പറയുന്ന കാര്യം ജയിൽ നോമിനേഷൻ വന്നപ്പോൾ ഒരു വലിയൊരു റിവ്യൂ തന്നെ തുടക്കം തൊട്ട് എല്ലാ വ്യക്തികളും ചെയ്ത എല്ലാ കാര്യങ്ങളും ആ ഒരൊറ്റ നിൽപ്പിൽ നിന്ന് അനുമോൾ ശക്തമായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് അനീഷിനിട്ടും നന്നായിട്ട് കുടഞ്ഞു വാരി കിട്ടുന്നുണ്ട്. അതായത് ഈ ഫാമിലിയൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഒക്കെ കൂടും. എല്ലാവരും ഇത്ര നാളായിട്ട് കാണാതിരിക്കുകയല്ലേ, അപ്പൊ ആ കിട്ടിയ കോൺഫിഡൻസ് ആണ്. അല്ലാതെ അനീഷേട്ടൻ പറയുന്നത് നമുക്ക് അനീഷേട്ടൻ്റെ അടുത്ത് ഇവിടെ ആരും അവിടെ സ്റ്റോർ റൂമിൽ പോകരുത് എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അത് അനീഷേട്ടൻ തുടക്കം തൊട്ട് കാണിച്ചിരിക്കുന്ന ഒരു സ്ട്രാറ്റജി, അത് ഇപ്പോഴും അനീഷേട്ടൻ പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് അനുമോൾ നന്നായിട്ട് പറയുന്നുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ അനുമോള് ഇത്രയും വലിയൊരു റിവ്യൂ അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് സംസാരിക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ബിന്നിയാണ്. അത് ഞാൻ പ്രത്യേകമായിട്ട് മറ്റൊരു വീഡിയോയിലെങ്ങാനും പറയാം. കാരണം വെച്ചാൽ ബിന്നി അത്രയ്ക്ക് ശക്തമായിട്ട് അനുമോൾക്കും ഷാനവാസിനും ഇട്ട് നന്നായിട്ട് കുടഞ്ഞിട്ടുണ്ട്. അതില് അനുമോളുടെ മാത്രം ഒരു പാർട്ട് എടുക്കുകയാണെങ്കിൽ അനുമോള് സെൽഫായിട്ട് തന്നെ താനൊരു സെലിബ്രിറ്റിയാണ്, കുറേ വർഷമായിട്ട് താൻ ഈ ക്യാമറയ്ക്ക് മുന്നിലാണ്. അപ്പൊ അനീഷ് ചേട്ടനോട് എടുത്തു പറയുകയാണ്, ഈ ഷോയ്ക്കകത്ത് ഒരു ഡയറക്ടർ ഉണ്ട്. അത് ഏത് ഷോ ആണെങ്കിലും, ഇപ്പൊ സീരിയൽ ആയിക്കോട്ടെ, മറ്റ് റിയാലിറ്റി ഷോയ്ക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് പോയാലും ശരി, ക്യാമറമാൻ അറിയാം എന്തെടുക്കണം, എന്ത് കാണിക്കണം, എങ്ങനെ കാണിക്കണം എന്നുള്ളത് അതിന്റെ ഡയറക്ടറിന് അറിയാം. അപ്പൊ അനീഷ് ചേട്ടൻ ഇത് കൂടുതലായിട്ട് ഇവിടെ പറയേണ്ട കാര്യമില്ല. പിന്നെ അനീഷ് ചേട്ടൻ ഒരു സെലിബ്രിറ്റി അല്ല, കോമണർ ആണ് എന്ന് എടുത്തെടുത്ത് പറയേണ്ട. കാരണം എന്ന് വെച്ചാൽ അനീഷ് ചേട്ടൻ കോമണർ ഒന്നും അല്ല, അനീഷ് ചേട്ടനും സെലിബ്രിറ്റി ആണ്. അനീഷ് ചേട്ടൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ റൺ ചെയ്യുന്ന ഒരു വ്ളോഗർ ഒക്കെ ആണല്ലോ, ഒരു സെലിബ്രിറ്റി ആണല്ലോ, അപ്പൊ ഒരു മീഡിയ പേഴ്സൺ ആണ് അനീഷ് ചേട്ടൻ എന്ന് അനുമോൾ പറയുന്നുണ്ട്. ഇതേ സംഭവം ആദിലയും പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഇത് തമ്മിൽ ഡിസ്കസ് ചെയ്തോന്ന് എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് തോന്നി. ആദിലയും പറയുന്നുണ്ട് അനീഷ് ചേട്ടൻ ഇവിടെ ഭയങ്കര കോമണർ ആയിട്ട് ഇന്നസെന്റ് ആയിട്ട് കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ല, ഇവിടെ എല്ലാവരും ഒരുപോലെ തന്നെയാണെന്നൊക്കെ ആദിലയും പറയുന്നുണ്ട്. പിന്നെ വീട്ടുകാർ വന്നപ്പോൾ വീണ്ടും എന്നുള്ള ആ ഒരു വിഷയം ഉണ്ടല്ലോ, ഇതിനു മുമ്പ് വൈൽഡ് കാർഡ് വന്നപ്പോഴാണ് അനീഷ് ഈ പറഞ്ഞ ആദിലയും നൂറയും അനീഷിന്റെ സീറ്റിൽ കയറി ഇരിക്കാൻ തുടങ്ങിയത് വൈൽഡ് കാർഡ് വന്നപ്പോഴാണെന്ന് അനീഷ് അവിടെ പറയുന്നുണ്ട്. അതിനെയും ശക്തമായിട്ട് ആദിലയും നൂറയും അനുമോളും എതിർക്കുന്നുണ്ട്. ശരിക്കും നമ്മളൊക്കെ ഈ ഓരോ വ്യക്തികളും ഇത് അടിപൊളിയാണ്, ഇവർക്ക് നമുക്ക് ഫാൻസ് ആവാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്തുള്ള മറ്റ് മത്സരാർത്ഥികളുടെ ഇവരുടെ ഓരോരുത്തരുടെയും നെഗറ്റീവ്സ് നോട്ട് ചെയ്ത് പറയുന്നത് നിങ്ങൾ ഓരോ പ്രേക്ഷകരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ അനീഷ് എന്ന് പറഞ്ഞൊരു നല്ല വ്യക്തിയാണ്, നല്ല ഗെയിമറാണ്, ഒക്കെയാണ്. പക്ഷേ ഇവിടെ മറ്റുള്ള ഒരു അനീഷിനെ എന്തിനകത്തൊക്കെയാണ് നെഗറ്റീവ് പറയുന്നതെന്നുള്ളത് നിങ്ങളും മനസ്സിലാക്കണം. കംപ്ലീറ്റ്ലി ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഫാനായിട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു പറയുകയാണ്. അനീഷ് ഒരു സെക്കൻഡ് വേർഷൻ ഓഫ് ജിൻഡോ ആണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് അത്തരത്തിലുള്ളൊരു കമ്പാരിസൺ എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ലാത്ത ഒരാളായതുകൊണ്ട് ഞാൻ അതവിടെ കളയാണ്. പക്ഷേ അനീഷിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് വീണ്ടും ആ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, ആ ഒരു ഒറ്റക്കൊമ്പൻ, ഞാനൊരു ഒറ്റയാനാണ് എന്ന് പറഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കാണിക്കുന്ന ഒരു ചീപ്പ് ഗെയിമാണ് അനീഷിൻ്റെത് എനിക്ക് പറയേണ്ടി വരുന്നുണ്ട്. ബിക്കോസ് അനീഷ് കാണിച്ചത് ഭയങ്കര ബോറാണ്. ഈ പറയുന്ന ഈ ക്ലാസ്സിൽ ഫസ്റ്റ് എത്തുക, അല്ലെങ്കിൽ ഒരു ടീമിനകത്ത് താനാണ് ഫസ്റ്റ്, താനാണ് മിടുക്കൻ, താനാണ് ഡിസിപ്ലിൻ ഉള്ളത് എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റോർ റൂമിന്റെ ബെല്ലടിക്കുമ്പോൾ ഓടിപ്പോവുക. പിന്നെ ഭയങ്കര നല്ല കുട്ടി ചമയലുണ്ട് അനീഷിന്, അത് ഭയങ്കര കൺട്രോൾഡ് ആക്കി വെച്ചേക്കുന്നത് കൊണ്ടാണ്.
അതായത് ഇപ്പോൾ ഒരു ഫുഡ് കൊണ്ടുവരികയാണെങ്കിലും എല്ലാവർക്കും പകുത്തു കൊടുത്ത് ഈക്വൽ ആക്കി കൊടുത്ത് അതൊരു നല്ല ക്യാരക്ടർ ആണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് ബിഗ് ബോസ് ഹൗസിൽ കാണിക്കാൻ വേണ്ടി ഒരു നല്ല സർട്ടിഫിക്കറ്റ്, ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ജെനുവിൻ ആയിട്ട് അല്ലാതെ കാണിക്കുന്ന ഒരു കാര്യം പോലെ ഇന്നത്തെ അനീഷിന്റെ ഈ ഒരു ടോക്ക് കേട്ടപ്പോൾ ആർക്കും തോന്നിക്കാണും. എനിക്കും അത് തോന്നി. കാരണം അനീഷ് ഒരു നല്ല ആളാണ്, നല്ല ഗുഡ് പേഴ്സൺ ആണ്, അങ്ങനെയാണ് നമ്മൾ എല്ലാവരും കമന്റിൽ പറയാറ്. അത്തരത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ജെനുവിനിറ്റി കളഞ്ഞ് പെരുമാറുന്നതാണോ ഒരു മനുഷ്യൻ, ഒരു ഹ്യൂമൻ ബീയിങ് ആവുമ്പോൾ അതിൽ ഗുഡും ബാഡുമായിട്ട് കുറേ കാര്യങ്ങളുണ്ടാവും. ഒരുപാട് മിസ്റ്റേക്സ് സംഭവിക്കും. ചിലപ്പോൾ തട്ടിപ്പറിക്കും, ചിലപ്പോൾ കൊതിയായിട്ട് നമ്മൾ മോഷ്ടിച്ച് കഴിക്കും, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അങ്ങനെ നോക്കുവാണെങ്കിൽ നെവിനൊക്കെ ഫാർ ബെറ്റർ അല്ലേ? പിന്നെ നെവിൻ കുറച്ച് ഓവറായിട്ട് ഇതെല്ലാം എടുക്കുന്നു, കൺട്രോളിലല്ല എന്ന് പറയാം. ബിഗ് ബോസ് ഹൗസിൽ വരുമ്പോഴത്തേക്കും ഇതിന്റെയൊക്കെ ഒരു മിക്സ്ചർ കാണിക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പം ഈ കട്ടെടുക്കുന്നതും മോഷ്ടിക്കുന്നതും മോശമാണ്, ഇവിടെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ സാഹചര്യം അവിടെ അനുവദിക്കത്തില്ല. ബിഗ് ബോസ് ഹൗസിൽ അത്രയും റേഷനായിട്ട് ഒട്ടും കിട്ടാതിരുന്ന് കാണുമ്പോൾ ഇവർക്ക് ഇത് കാണുമ്പോൾ കൊതി കൂടും, അത് സ്വാഭാവികമാണ്. പക്ഷെ അനീഷ് ഇന്ന് സംസാരിച്ചത് കംപ്ലീറ്റ്ലി അനീഷ് ഒരു പാവമാണ്, നല്ലതാണ്, അച്ചടക്കമുള്ള ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതുപോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഈ പറയുന്ന ഫാമിലി വീക്കിന് ശേഷം അതൊരു നെഗറ്റീവ് ആയിട്ടാണ് അനീഷ് അവിടെ പ്രസന്റ് ചെയ്തത്. അതായത് ഫാമിലി വന്നപ്പോൾ എല്ലാവർക്കും എല്ലാം പറഞ്ഞു കൊടുത്തു, അതുകൊണ്ടാണ് നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത്, ഞാൻ ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നു, ഞാൻ സ്റ്റോർ റൂമിൽ പോകാൻ പാടില്ലെന്ന് പറയുന്നു. അവിടെയൊക്കെ ബിന്നി പറഞ്ഞതിനകത്താണ് പോയിന്റ് ഉള്ളത്. കാരണം ബിന്നി പറഞ്ഞത് ബിന്നി ക്യാപ്റ്റനായിട്ടിരിക്കുമ്പോൾ ബിന്നി ഇതൊക്കെ ചെയ്തോളാം, അനീഷ് അങ്ങോട്ടും അങ്ങനെ കഷ്ടപ്പെട്ട് ഓടണ്ട എന്നൊക്കെയാണ് ബിന്നി പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അനിമോള് അനീഷിനോട് നന്നായിട്ട് തന്നെ എല്ലാം എതിർത്ത് സംസാരിച്ച് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫുൾ ബിഗ് ബോസ് റിവ്യൂ, ഈ ഒരു ഫുൾ സീസണിന്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂ എനിക്ക് തോന്നുന്നു അനിമോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ശരി, എല്ലാവരും പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കി. അടുത്തൊരു വീഡിയോയിൽ ആ ഷാനവാസിനെ അനിമോൾ പൊളിച്ചടുക്കുന്ന ഒരു സീനുണ്ട്, അതുമായിട്ട് ഞാൻ വരാം. അപ്പോഴത്തേക്കും നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.